പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 6 നെക്സ്റ്റ് പോർഷനാണ്. ഇതിനു മുമ്പുള്ള പോർഷൻസ് ഒക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അടുത്ത പോർഷൻ സം എക്സ്പ്ലോറേഷൻസ് ഇൻ ഗ്രിഡ്സ് എന്നുള്ള പോർഷനാണ്. അപ്പോൾ എന്താണ് ഇതിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഒബ്സർവ് ദിസ് 3x3 ഗ്രിഡ്. ഇറ്റ് ഈസ് ഫിൽഡ് ഫോളോയിങ് എ സിമ്പിൾ റൂൾ. യൂസ് നമ്പേഴ്സ് ഫ്രം 1 to 9 വിത്തൗട്ട് റിപ്പീറ്റിംഗ് എനി ഓഫ് ദം. അപ്പോൾ ഇവിടെ നമുക്കൊരു 3x3 ഗ്രിഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സിമ്പിൾ റൂള് ഫോളോ ചെയ്തിട്ടാണിത് ഫില്ല് ചെയ്തിട്ടുള്ളത്. അതായത് 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാതെ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടാണ് ഈ ഒരു 3x3 ഗ്രിഡ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുള്ളത്. ദെയർ ആർ സർക്കിൾഡ് നമ്പേഴ്സ് ഔട്ട്സൈഡ് ദ ഗ്രിഡ്. അപ്പോൾ ഈ ഗ്രിഡിന് വെളിയിൽ സർക്കിള് ചെയ്തിട്ടുള്ള ചില നമ്പേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഈ സർക്കിൾ ചെയ്തിട്ടുള്ള നമ്പേഴ്സ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇവിടെ ഫസ്റ്റ് വൺ 16 ആണല്ലേ. ഈ 16 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് റോയിലെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സമ്മാണ്. ഓക്കെ, അടുത്തത് സെക്കൻഡ് സർക്കിളിലെ നമ്പർ എന്ന് പറയുന്നത് സെക്കൻഡ് റോ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. തേർഡ് സർക്കിളിലെ നമ്പർ എന്ന് പറയുന്നത് തേർഡ് റോ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതേപോലെ ഈ സർക്കിളിലെ നമ്പർ അതായത് 13 എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അടുത്തത് സെക്കൻഡ് കോളം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അടുത്തത് തേർഡ് കോളം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ദ നമ്പേഴ്സ് ഇൻ ദി യെല്ലോ സർക്കിൾസ് ആർ ദി സം ഓഫ് ദി കറസ്പോണ്ടിങ് റോസ് ആൻഡ് കോളംസ്. ഇനി നമുക്കിവിടെ 2 ഗ്രിഡ്സ് തന്നിട്ടുണ്ട്. ഈ മുകളിൽ പറഞ്ഞ ഈ റൂൾ വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് 2 നമ്പേഴ്സും നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ഗ്രിഡിനകത്ത് 9ഉം 5ഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്സൈഡിൽ സർക്കിളിനകത്ത് നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് റോ ആഡ് ചെയ്യുമ്പോൾ 13 ആണ് കിട്ടേണ്ടത്, സെക്കൻഡ് റോ 14 ആണ്. അങ്ങനെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളിത് ഫില്ല് ചെയ്യണം. പക്ഷേ 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് റോയിൽ നമുക്ക് 9 തന്നിട്ടുണ്ട്. ബാക്കി 2 എണ്ണം നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ നോക്കുക, മൊത്തം ആഡ് ചെയ്യുമ്പോൾ എന്തേ വരാൻ പാടുള്ളൂ? 13 വരാൻ പാടുള്ളൂ. അതിൽ 9 ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ 13ൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 4 ഉണ്ട്. അപ്പോൾ ആ 4 വേണം. 4നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ എഴുതണം. അപ്പോൾ നമുക്കിഷ്ടമുള്ള 2 നമ്പേഴ്സ് എഴുതാം. പക്ഷേ 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തേ വരാൻ പാടുള്ളൂ? 4 വരാൻ പാടുള്ളൂ. ഇവിടെ 9 ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ 13ൽ 9 പോയാൽ ബാക്കി 4 ഉള്ളൂ. ആ 4നെ വേണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതാൻ. അപ്പം 2ഉം 2ഉം എഴുതി കഴിഞ്ഞാൽ 2 റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ അത് എഴുതാൻ പറ്റില്ല അല്ലേ. പിന്നെ നമുക്ക് എന്തേ എഴുതാൻ പറ്റുമോ? 1ഉം 3ഉം മാത്രമേ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ ഫില്ല് ചെയ്തു. ഇനി നോക്കിയാൽ നമുക്ക് ഈ തേർഡ് കോളം ഫില്ല് ചെയ്യാൻ എളുപ്പമാണ്. ഈ ഒരൊറ്റ നമ്പർ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഇത് 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 12 ആണ് വരേണ്ടത്. അപ്പോൾ 5ഉം 3ഉം കൂടെ ഓൾറെഡി ഇവിടെ 8 ആയി. ഇനി 12 ആകണേ എത്ര വേണം? 4ഉം കൂടെ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? 4 എഴുതാം. ഇനി ഇത് 4 എണ്ണം കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ സെക്കൻഡ് റോയിൽ നോക്കിയേ, സെക്കൻഡ് റോയിൽ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 14 ആണ് വരേണ്ടത്. ഓൾറെഡി ഇവിടെ 4 വന്നു കഴിഞ്ഞു. ബാക്കി ഇനി 10. ആ 10നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എഴുതാം. അപ്പോൾ ഞാനിവിടെ നമുക്ക് 8ഉം 2ഉം ആയിട്ട് എഴുതാം അല്ലേ. 8ഉം 2ഉം. അപ്പോൾ നിങ്ങൾ തിരിച്ച് 8 ഇവിടെയാണ് എഴുതുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കോളം ആഡ് ചെയ്യുമ്പോൾ 9 വരാൻ പാടുള്ളൂ. 8 + 1 9 ആയി കഴിയും. പിന്നെ നമുക്കിവിടെ നമ്പർ എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതിനെ തിരിച്ചെഴുതുക, 8ഉം 2ഉം എന്ന് എഴുതുക. ഓക്കെ, 7ഉം 3ഉം നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്താ? ഓൾറെഡി 3 നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. പിന്നെന്താ എഴുതാൻ പറ്റുന്നത്? 6ഉം 4ഉം പറ്റില്ല. 4 ഓൾറെഡി എഴുതി കഴിഞ്ഞു. 5ഉം 5ഉം എഴുതാനും പറ്റില്ല. 5 ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാത്ത നമ്പേഴ്സ് വേണം ഇവിടെ എഴുതാനായിട്ട്. ഇനി നോക്കിയേ, 9ഉം 8ഉം കൂടെ എത്രയായി? 17 ആയി. ഇവിടെ 24 ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ 17 കഴിഞ്ഞിട്ട് 24 ആണെങ്കിൽ 7ഉം കൂടെ വേണം. അപ്പോൾ നമുക്ക് 7 ഇവിടെ എങ്ങും എഴുതിയിട്ടില്ല. അതുകൊണ്ട് 7 ഇവിടെ എഴുതാം. ഇനി ഇവിടെ 9 ആണ് വരേണ്ടത്. 2 + 1 3 ആയി. ബാക്കി 6ഉം കൂടെ മതി.
അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തു 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാതെ നമ്മളിവിടെ എഴുതി. ഇനി അടുത്ത ഇവിടെ നമുക്ക് ഇതിനകത്ത് 2 നമ്പേഴ്സ് 4ഉം 3ഉം നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളം നമുക്ക് ഫില്ല് ചെയ്യാം. 4 ഓൾറെഡി ഉണ്ട്. അപ്പോൾ 12 ആണ് സമ്മ് വരുന്നത്. 12ൽ നിന്ന് 4 പോയാൽ ബാക്കി 8 ആണുള്ളത്. ഈ 8നെ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ രണ്ടിടത്തും നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 8നെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? 7ഉം 1ഉമായിട്ട് എഴുതാം. പിന്നെന്താ 6ഉം 2ഉമായിട്ട് എഴുതാം. പിന്നെ 5ഉം 3ഉമായിട്ട് എഴുതാം. അത് എഴുതാൻ പറ്റില്ല, കാരണം എന്താ? 3 ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 7ഉം 1ഉമായിട്ട് എഴുതാം. അപ്പോൾ ഞാനിവിടെ 7 എഴുതുന്നു, ഇവിടെ 1 എഴുതുന്നു. ഇനി നോക്കിയേ, ഇതിനകത്ത് നമുക്ക് ഈ 3rd റോയിൽ നമുക്ക് ഒരു നമ്പർ കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് ഫില്ലാവും. അപ്പോൾ 3ഉം 1ഉം കൂടെ 4 ആയി. ആഡ് ചെയ്യുമ്പോൾ 6 വരാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ 6ൽ നിന്ന് 4 മാറിക്കഴിഞ്ഞാൽ ബാക്കി 2. ഇവിടെ നമ്മൾ 2 എഴുതി. ഇനി നമുക്ക് ഇത് 4 ഫില്ല് ചെയ്യണം. അപ്പോൾ നോക്കിയേ, ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 4 ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ 15 ആണ്. 15ൽ നിന്ന് 4 പോയാൽ ബാക്കി 11. 11നെ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ എഴുതണം. 11നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 9ഉം 2ഉമായിട്ട് എഴുതാം. പക്ഷേ 2 ഇവിടെ ഉണ്ട്, അപ്പോൾ അത് പറ്റില്ല. പിന്നെന്താ? 8ഉം 3ഉമായിട്ട് എഴുതാം. അപ്പോൾ 3 ഇവിടെ ഉള്ളതുകൊണ്ട് അതും പറ്റില്ല. പിന്നെ 7ഉം 4ഉം അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെന്താ? 6ഉം 5ഉം എഴുതാം അല്ലേ? 6ഉം 5ഉം റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അപ്പോൾ ഇവിടെ 6ഉം ഇവിടെ 5ഉം എഴുതി. ഓക്കെ. ഇനി അടുത്തത് ഇവിടെ ഇത് ചെയ്യുന്ന ഉടനെ ഇവിടെ 16 ആണ് വരുന്നത്. 6 + 2 8 ആയി. ഇനി എത്ര കൂടെ വരണം? 8ഉം കൂടെ വരണം. അപ്പോൾ അത് നമ്മളിവിടെ എഴുതി. ഇവിടെ 5 + 3 8 വന്നു. ഇവിടെ 17 ആണല്ലേ? 17 ആണെങ്കിൽ 8 + 9 ഉണ്ടോ? അപ്പോൾ നിങ്ങൾ നമ്പർ തന്നിട്ടുള്ള കോളമോ റോയോ ഏതാണെന്ന് വെച്ചാൽ ആദ്യം അത് ഫില്ല് ചെയ്യുക. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിലത്തെ റൂൾ, അതായത് 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് റിപ്പീറ്റ് ആകാതെ നമ്മളിവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കിയാൽ ഇനി നമുക്കിവിടെ നോക്കിയാൽ അടുത്ത ഒരു ഗ്രിഡ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കിയാൽ യു മൈറ്റ് ഹാവ് റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദിസ് ഗ്രിഡ്. വൈ ഈസ് ദിസ് ദ കേസ്? അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഈ ഒരു ഗ്രിഡ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് കാരണം എന്തായിരിക്കും? അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, ദ സ്മോളസ്റ്റ് സം പോസിബിൾ ഈസ് 6. അപ്പോൾ സ്മോളസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള സം, അതായത് നമ്മളിവിടെ ഫില്ല് ചെയ്യുമ്പോൾ 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സാണ് എടുക്കുക അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇതാണ് സ്മോളസ്റ്റ് നമ്പേഴ്സ് എഴുതിയാൽ വരുന്നത്. ഇത് 3ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 3 + 2 5, 5 + 1 6 വരും. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന സമ്മ് നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന സമ്മെന്ന് പറയുന്നത് 5 ആണ്. 5 ഒരിക്കലും നമുക്ക് കിട്ടില്ല, കാരണം 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സിൽ സ്മോളസ്റ്റ് 3 നമ്പേഴ്സ് എടുത്താൽ തന്നെ സം എന്ത് വരും? 6 വരും. പക്ഷേ ഇവിടെ 5 തന്നിട്ടുണ്ട്, അപ്പോൾ ഇത് പോസിബിൾ അല്ല. ഇനി ലാർജസ്റ്റ് സം എടുത്താലോ? ലാർജസ്റ്റ് എന്തൊക്കെയാണ്? 7ഉം 8ഉം 9ഉമാണ് അല്ലേ? അപ്പോൾ ഇത് 3ഉം കൂടെ ചെയ്താൽ എന്ത് വരും? 8 + 7 15, 15 + 9 24 വരും. പക്ഷേ ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 26 വന്നിട്ടുണ്ട്. 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സിൽ ലാർജസ്റ്റ് 3 നമ്പേഴ്സ് എടുത്താൽ, ലാർജസ്റ്റ് സം എടുത്താലും അത് മാക്സിമം 24 വരെ വരത്തുള്ളൂ, 26 വരത്തില്ല. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് ഈ ഗ്രിഡ് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ക്ലിയർലി എനി നമ്പർ ഇൻ എ സർക്കിൾ cannot be less than 6 or greater than 24. The grid has sum 5 and 26. Therefore, this is impossible. ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? In the earlier grids which we solved, Kishore noticed that the sum of all the numbers in the circles was always 90. അപ്പോൾ നമ്മൾ മുകളിൽ ചെയ്ത ഗ്രിഡിനകത്ത്, ഈ ഒരു ഗ്രിഡിനകത്ത് സർക്കിൾ ചെയ്ത നമ്പേഴ്സിൻ്റെ സം ഓഫ് ഓൾ ദി നമ്പേഴ്സ് ഇൻ ദി സർക്കിൾ വാസ് ഓൾവേസ് 90. അതായത് ഈ സർക്കിളിനകത്തെ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 90 കിട്ടുമെന്ന് കിഷോർ നോട്ടീസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്കൊന്ന് നോക്കാം. 13, 14, 18, 24, 9, 12 ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 4 + 3 7, 7 + 8 15, 15 + 4 19, 19 + 9 28,
28 plus 2 30. 3 4 5 6 7 8 9 കണ്ടോ 90 കിട്ടി കണ്ടോ. ഈ സർക്കിളിനകത്തെ ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 90 കിട്ടി. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾസോ വിദ്യ ഒബ്സർവ് ദാറ്റ് ദ സം ഓഫ് ദി സർക്കിൾഡ് നമ്പേഴ്സ് ഫോർ ഓൾ 3 rows or for all 3 columns was always 45. Check if this is true in the previous grid you have solved. അപ്പോൾ നമ്മൾ ഈ സോൾവ് ചെയ്തത് ഇതിൽ കിഷോറും വിദ്യയും പറഞ്ഞത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിഷോർ പറഞ്ഞത് കറക്റ്റാണ്. ഈ സർക്കിളിലെ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 കിട്ടുന്നുണ്ട്. ഇനി വിദ്യ പറഞ്ഞത് 3 റോസിലത് ആഡ് ചെയ്യുമ്പോൾ 45 കിട്ടുന്നുണ്ട്. അതേപോലെ കോളംസിൻ്റെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴും 45 കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയാൽ ഇത് 3 + 4 7 7 + 8 15 5 1 2 3 4 കണ്ടോ 45 വന്നു. ഇവിടെയോ 4 + 9 13 13 + 2 15 5 2 3 4 45. അപ്പോൾ ഇത് ആഡ് ചെയ്താലും 45 കിട്ടുന്നുണ്ട്, ഇത് ആഡ് ചെയ്താലും 45 തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ റോസിൻ്റെ സമ്മ് 3 നമ്പേഴ്സും കൂടെ, അതായത് റോ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 3 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്താൽ 45 കിട്ടും. കോളംസിലെ 3 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്താലും 45 കിട്ടും. സർക്കിളിനകത്തെ എല്ലാ നമ്പേഴ്സും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് 90 എന്ന് കിട്ടും. Why should the row sums and column sums always add to 45? അപ്പോൾ റോ സംസും കോളം സംസും എപ്പോഴും 45 ആയിട്ട് ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയേ, ഫ്രം ദിസ് ഗ്രിഡ് വി ക്യാൻ സീ ദാറ്റ് ഓൾ ദ റോ സംസ് ആഡഡ് ടുഗദർ വിൽ ബി ദ സെയിം ആസ് ദ സം ഓഫ് ദി നമ്പേഴ്സ് 1 to 9. അതായത് ഈ ഒരു ഗ്രിഡിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും റോ സംസ് എല്ലാം കൂടെ ചേർത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിന് സെയിം ആയിരിക്കും? 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സമ്മിന് സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ? ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തേർഡ് റോയും കൂടെ ഇതിൻ്റെ 3ൻ്റെയും കൂടെ സമ്മ് ചേർത്ത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും 1 to 9 വരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം എന്താണ്? ഈ 3 റോയിലും വരുന്ന നമ്പേഴ്സ് 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സാണ് അല്ലേ? അപ്പോൾ അത് 3ഉം കൂടെ ആഡ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതിന് ഈക്വലാണ്. ദിസ് ക്യാൻ ബി സീൻ ഫോർ കോളം സംസ് ആസ് വെൽ. അതേപോലെ തന്നെയാണ് കോളം സംസ് വരുമ്പോഴും. ഇങ്ങനെ 3 കോളത്തിൻ്റെ വരുന്ന സമ്മും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും 1 to 9 വരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും സെയിം ആയിരിക്കും. അപ്പോൾ 1 to 9 വരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സം എന്ന് പറയുന്നത് എത്രയാണ്? ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 45 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് റോ സംസും കോളം സംസും എപ്പോഴും 45 വരെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 45 കിട്ടാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ? റോ ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സാണ് ഉള്ളത്. ഇനി നോക്കിയേ, എ സ്ക്വയർ ഗ്രിഡ് ഓഫ് നമ്പേഴ്സ് ഈസ് കോൾഡ് എ മാജിക് സ്ക്വയർ. അപ്പോൾ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ഗ്രിഡിനെ എന്താണ് വിളിക്കുന്നത്? മാജിക് സ്ക്വയർ എന്ന് വിളിക്കും. എപ്പോഴാണ് ഈ സ്ക്വയർ ഗ്രിഡ് മാജിക് സ്ക്വയർ ആകുന്നത്? ഇഫ് ഈച്ച് റോ, ഈച്ച് കോളം ആൻഡ് ഈച്ച് ഡയഗണൽ ആഡ് അപ്പ് ടു ദ സെയിം നമ്പർ. അതായത് ഓരോ റോയും ഓരോ കോളവും ഓരോ ഡയഗണലും ആഡ് ചെയ്യുമ്പോൾ സെയിം നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള സ്ക്വയറിനെയാണ് നമ്മൾ മാജിക് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ ഈ ചെയ്തത് മാജിക് സ്ക്വയർ അല്ല. കാരണം എന്താണ്? ഫസ്റ്റ് റോ ആഡ് ചെയ്യുമ്പോൾ 7 + 4 11 11 + 5 ഇത് 16 ആണ് കിട്ടിയത്. താഴെ 6 + 1 7 7 + 2 9. കണ്ടോ? സെയിം നമ്പർ അല്ല കിട്ടിയത്. മാജിക് സ്ക്വയർ ആകുന്നത് എപ്പോഴാണ്? ഈച്ച് റോ, ഈച്ച് കോളം ആൻഡ് ഈച്ച് ഡയഗണൽ ആഡ് അപ്പ് ടു ദി സെയിം നമ്പർ. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ സെയിം നമ്പർ ആയിരിക്കണം. ദിസ് നമ്പർ ഈസ് കോൾഡ് മാജിക് സം. അപ്പോൾ ഇങ്ങനെ ഓരോ റോയും ആഡ് ചെയ്യുമ്പോൾ ഓരോ കോളവും ആഡ് ചെയ്യുമ്പോൾ സെയിം നമ്പർ കിട്ടുമെന്ന് പറഞ്ഞല്ലേ? ഈ നമ്പറിനെ നമ്മൾ എന്ത് പറയും? മാജിക് സം എന്ന് പറയും. അപ്പോൾ ഡയഗണൽ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് ഇതാ ഇവിടെ പിക്ചറിൽ തന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വരുന്നതാണ് ഡയഗണൽസ്. ഇങ്ങനെ ഈ 3 കോളത്തിലെ നമ്പേഴ്സ് എടുക്കുന്നതാണ് ഡയഗണൽ. ഇവിടെ ഡയഗണൽ 4 1 8, ഇവിടെ 5 1 3. ഇതാണ് ഡയഗണൽസ് കേട്ടോ.
Trying to create a magic square by randomly filling the grid with numbers may be difficult. This is because there are a large number of ways of filling a 3x3 grid using the numbers 1 to 9 without repetition. അപ്പോൾ ഒരു 3x3 ഗ്രിഡ് 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്ത് റെപ്പറ്റീഷൻ ഇല്ലാതെ ഫില്ല് ചെയ്യാൻ ലാർജ് നമ്പർ ഓഫ് വേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടത് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇൻഫാക്ട് ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ദാറ്റ് ദർ ആർ എക്സാക്ട്ലി 3,62,880 സച്ച് വേസ്. അപ്പോൾ ഒരു 3x3 ഗ്രിഡ് എത്ര വേയിൽ ഫില്ല് ചെയ്യാൻ പറ്റും? 3,62,880 വേസിൽ ഫില്ല് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഒരു മാജിക് സ്ക്വയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു 3x3 ഗ്രിഡിൽ 1 to 9 നമ്പേഴ്സ് വെച്ചുള്ള 3x3 ഗ്രിഡിൽ ടോട്ടൽ ഓഫ് റോ സംസിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 45 ആണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു മാജിക് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? റോ സംസ് ആർ ഓൾ ഈക്വൽ, അതായത് റോ സംസ് എല്ലാം ഈക്വൽ ആയിരിക്കും, സെയിം നമ്പർ ആയിരിക്കും വരുന്നത്. അതായത് ഈ റോയിലെ 3 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ നമ്പറും അടുത്ത റോയിലെ 3 നമ്പർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറും അടുത്ത റോയിലെ 3 നമ്പർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 റോയുടെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 45 ആണ് എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓരോ റോയിലും എത്ര വെച്ചായിരിക്കും? 3 റോയുണ്ട്, എന്തായിരിക്കും? 15 വെച്ചിട്ടായിരിക്കും വരുന്നത്. 15 × 3 ആണ് 45 എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ 1 ആണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ മാജിക് സ്ക്വയർ ആകണമെങ്കിൽ എങ്ങനെ വരണം? റോയിലെ 3 നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ 15 ആയിരിക്കണം. ഈ 3 നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ 15 ആയിരിക്കണം. ഇവിടെ വരുന്ന 3 നമ്പറുകൾ ആഡ് ചെയ്യുമ്പോഴും 15 ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കണം വരേണ്ടത്. പക്ഷേ ഇതിനകത്ത് നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരാനായിട്ട് പാടില്ല. അപ്പോൾ ഈ മാജിക് സ്ക്വയറിൻ്റെ സെൻറ്ററിൽ വരുന്ന നമ്പർ എന്തായിരിക്കുമെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ പോസിബിലിറ്റീസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സെൻറ്ററിൽ വരുന്ന നമ്പർ 9 വരാനായിട്ട് സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നമ്മൾ 9 എടുക്കുന്നു. അപ്പോൾ 9 ആണ് എങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു സ്ക്വയറിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എന്ത് വരും? 8 വരും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഡയഗണൽ എടുക്കുക. ഇപ്പോൾ ഇവിടെ 8 വന്നു എന്ന് വെച്ചോ. 8 വന്നു കഴിഞ്ഞാൽ ഡയഗണലും എന്തായിരിക്കണമെന്ന് പറഞ്ഞു? ആഡ് ചെയ്യുമ്പോൾ സെയിം നമ്പർ ആയിരിക്കണം. അപ്പോൾ മാജിക് സ്ക്വയറിലെ റോകളുടെ സം 45 ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ റോയും 15 വെച്ചായിരിക്കും. 15 ആണ് ഡയഗണലും. അപ്പോൾ എന്ത് തന്നെ വരണം? 15 തന്നെ വരണം. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ 9 എടുത്താൽ ഇവിടെ 8 വരും. ഏതെങ്കിലും ഒരിടത്ത് എന്ത് വരും? 8 വരും അല്ലേ? അപ്പോൾ ഞാൻ ഈ കോർണറിൽ ഇവിടെ 8 എടുത്തു. അങ്ങനെയാണെങ്കിൽ 8 + 9 എന്തായി? 17 ആയി അല്ലേ? അപ്പോൾ തന്നെ 15-നെക്കാട്ടിൽ കൂടുതലായിട്ട് ഇവിടെ വന്നു. അപ്പോൾ നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല? സെൻറ്ററിൽ നമുക്ക് 9 എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, ഇനി നോക്കിക്കേ, സെൻറ്ററിൽ നമ്മൾ 1 എടുക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം 9 എടുത്തു. ഇനി നമ്മൾ സെൻറ്ററിൽ 1 എടുക്കുന്നു. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ 1 എടുത്തു കഴിഞ്ഞാൽ അടുത്ത നമ്പർ 2 ആണ് അല്ലേ? 2 അപ്പോൾ എവിടെ വരും? ഈ ഇതിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു സ്ക്വയറിനകത്ത് 2 വരും. അപ്പോൾ ദാ 2 ഇവിടെ വന്നു. ഓക്കെ, അപ്പം എല്ലായിടത്തും എന്തായിരിക്കും വരുന്നത്? റോ ആഡ് ചെയ്താലും കോളം ആഡ് ചെയ്താലും 15 ആയിരിക്കും വരുന്നത്. അപ്പോൾ 2 + 1 3 അല്ലേ? 15 വരണമെങ്കിൽ 3യുടെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടണം. അപ്പോൾ എത്രയായിരിക്കും അത്? 12 ആയിരിക്കും വരുന്നത്. പക്ഷേ നമുക്ക് 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സേ ഉള്ളൂ. 12 ഇവിടെ വരത്തില്ല. 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് സെൻറ്ററിൽ എന്തും എടുക്കാൻ പറ്റില്ല? 1 എടുക്കാൻ പറ്റില്ല. അപ്പോൾ സെൻറ്ററിൽ 9 പറ്റത്തില്ല, 1 പറ്റത്തില്ല. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ സെൻറ്ററിൽ നമ്മൾ 5 എടുക്കുന്നു. ഓക്കെ, 5 എടുക്കുമ്പോൾ എങ്ങനെ വരുമെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 1 9 ഏതെങ്കിലും ഒരു ബൗണ്ടറി പൊസിഷനിലായിരിക്കും വരുന്നത് അല്ലേ? ഒന്നെങ്കിൽ ഈ കോർണേഴ്സിൽ വരും, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ
വരും. അപ്പോൾ ഇതിനെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ 1 ഈ കോർണർ പൊസിഷനിൽ വരാനായിട്ട് സാധിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 1 കോർണർ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ there should exist 3 ways of adding 1 with 2 other numbers to give 15. അതായത് ഇവിടെയാണ് 1 വരുന്നതെങ്കിൽ ഈ റോയിലെ നമ്പേഴ്സ് 1ഉമായിട്ടും ബാക്കി 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടണം. ഈ കോളത്തിലെ മറ്റ് 2 നമ്പേഴ്സ് 1ഉമായിട്ട് ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടണം. ഈ ഡയഗണൽസിലെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടണം? 15 കിട്ടണം. അപ്പോൾ അതാ ഇവിടെ നോക്കിയേ 1 + 5 എത്രയായി? 6 ആയി. 6ൻ്റെ കൂടെ ഇവിടെ 9ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും. പിന്നെ 15 കിട്ടാനുള്ള അടുത്ത പോസിബിലിറ്റി എന്താണ്? 1ഉം ഇവിടെ നമുക്ക് 6 എഴുതാം അല്ലേ? ഇവിടെ 1ഉം 6ഉം 8ഉം ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 15 കിട്ടും. ഇനി അടുത്ത പോസിബിലിറ്റി ഉണ്ടോ? ഇവിടെ നമുക്ക് അടുത്ത ഈ കോളത്തിൽ കൂടെ 15 കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഏതെടുക്കാം? 1ഉം 7ഉം അല്ലേ? 7 + 1 8. 15 വരണേ അടുത്ത് എന്ത് വരണം? 7 തന്നെ വരും. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരും അല്ലേ? അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. അപ്പോൾ നമുക്കിവിടെ വേറെ ഓപ്ഷൻ ഇല്ല. 2 എണ്ണത്തിൽ മാത്രമേ നമുക്ക് ഈ കോർണറിൽ 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഇവിടെ 1 കൊടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി 9 കോർണറിൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്നുള്ളതും നമുക്ക് ചെയ്ത് നോക്കണം. ഇതേപോലെ 9 കൊടുത്താൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതും കൂടെ നോക്കണം. അപ്പോൾ കോർണറിൽ ഇവിടെ 9 കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് വരുന്നത്. ഡയഗണൽസിലും ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടണം. ഈ റോയിലും കോളത്തിലും എന്ത് കിട്ടണം? ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടണം. അപ്പോൾ 9 കൊടുത്താലും നമുക്കങ്ങനെ കിട്ടില്ല. ഇനി നമ്മുടെ അടുത്ത ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ദ നമ്പർ 1 and 9 cannot occur in any corner, so they could occur in one of the middle position. അപ്പോൾ നമ്മൾ മിഡിൽ പൊസിഷനിൽ കൊടുക്കുന്നു. കോർണറുകളിലൊന്നും പറ്റത്തില്ല, നമ്മളപ്പോൾ മിഡിൽ പൊസിഷനിൽ കൊടുക്കുന്നു. അപ്പോൾ ഇതാ നോക്കിയേ, ഓൾറെഡി നമ്മൾ മിഡിലിൽ 5 എടുത്തു. അപ്പോൾ 1 ഇതാ ഇവിടെയും കൊടുക്കുന്നു മിഡിൽ പൊസിഷനിൽ. അതേപോലെ തിരിച്ച് കോളം വൈസ് ഇങ്ങനെയും കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാജിക് സ്ക്വയർ ഉണ്ടാക്കാനായിട്ട് കഴിയുമോ? അപ്പോൾ ഇനി നമുക്ക് റോയും കോളവും ഫില്ല് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 15 ആണ് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി 5 എഴുതി. ഇനി ഈ ഡയഗണൽസ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എത്ര വരണം? 15 വരണമെങ്കിൽ 10ഉം കൂടെ വരണം. അപ്പോൾ നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്ത് എന്തെഴുതാം? ഇവിടെ 6 എഴുതാം, ഇവിടെ 4 എഴുതാം. ഓക്കെ, അപ്പോൾ 6 + 4 10, 10 + 5 15 എന്ന് കിട്ടി. നിങ്ങൾക്ക് ഇവിടെ 15 വരണമെങ്കിലോ 6 + 1 7. 7ൻ്റെ കൂടെ എത്ര കൂടെ ആഡ് ചെയ്യണം? 8ഉം കൂടെ ആഡ് ചെയ്താൽ 15 വരും. ഇവിടെയോ 9 + 4 13, 13 + 2 15. ഇനി ഇവിടെ 6 + 2 8, 8 + 7 15. ഇവിടെ 8 + 4 12, 12 + 3 15. ഇനി ഈ ഡയഗണൽ നോക്കിയേ, 8 + 2 10, 10 + 5 15. ഇപ്പോൾ എല്ലാ റോസും ആഡ് ചെയ്താൽ 15 കിട്ടും, കോളംസ് ആഡ് ചെയ്താൽ 15 കിട്ടും, ഡയഗണൽസ് ആഡ് ചെയ്താലും 15 കിട്ടും. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മാജിക് സ്ക്വയർ കിട്ടി. ഇനി ഇവിടെ ചെയ്താലോ? ഇവിടെ നമുക്ക് ആദ്യം ഡയഗണൽസ് നോക്കാം. ഇവിടെ 5 ആണ്. അപ്പോൾ നമുക്കിവിടെ 6ഉം 4ഉം കൊടുക്കാം. അപ്പോൾ 6 + 1 7. അപ്പോൾ ഇവിടെ എന്ത് വരും? 7 + 8 15. ഇവിടെ 8 + 4 12, 12 + 3 15. 5 + 3 8, 8 + 7 15. 6 + 7 13, 13 + 2 15. കണ്ടല്ലോ? അപ്പോൾ നമുക്ക് മാജിക് സ്ക്വയർ നമുക്കിവിടെ കിട്ടി. അപ്പോൾ മാജിക് സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? മാജിക് സ്ക്വയർ എന്താണെന്ന് മനസ്സിലായല്ലോ? ഓരോ റോയും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 15 കിട്ടണം. 3 × 3 ഗ്രിഡിൽ ഓരോ 15 അല്ല, നമുക്ക് എന്താണോ കിട്ടുന്നത് ആ നമ്പർ ആയിരിക്കണം എല്ലാ റോയും എല്ലാ കോളവും എല്ലാ ഡയഗണൽസും ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും പോർഷൻസ് മതി. ഇനി നമുക്ക് ഫിഗർ ഇറ്റ് ഔട്ടാണ് ചെയ്യാനുള്ളത്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.